ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്തല്ല 2 മാസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ടർക്കി വിസിറ്റ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ടർക്കിയിൽ പോയതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ മടി പിടിച്ചൊക്കെ ചെയ്യാതിരുന്ന ഇന്ന് എന്തായാലും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ എങ്ങനെ പോയതെന്ന് എല്ലാ ഡീറ്റെയിൽസ്. That is very good. That is nice. Yeah. Thank you. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വിസയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിസ എടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഒത്തിരി എക്സ്പെൻസീവും അല്ലായിരുന്നു. ഒരു 45 പൗണ്ട് അതിനടുത്തൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് UK ഇതിൽ ബേസ് ചെയ്ത് വിസ എടുത്തത് കൊണ്ടാണ് കേട്ടോ പൗണ്ട്സിൽ പറയുന്നത്. അപ്പം 45 പൗണ്ട്. അപ്പോൾ വിസ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കയ്യിൽ വിസ കിട്ടി. അത് ജസ്റ്റ് 1 ടൈം എൻട്രിക്കുള്ള വിസ ആയിരുന്നു. അപ്പം നമ്മൾ ഈ 45 പൗണ്ട് കൊടുത്ത് വിസ എടുത്താലും 1 ഇയറിലേക്ക് അതിന് എക്സ്പയറി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സിംഗിൾ എൻട്രി മാത്രമേ ഒരു എൻട്രിയെ പറ്റുള്ളൂ ആ ഒരു വിസ വെച്ചിട്ട്. Small meat. Okay. Oh, diced meat. Okay. And mice meat. It is very small. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ഇവിടുത്തെ നമ്മുടെ BRP കാർഡുമാണ് വെച്ചിരുന്നത് നമ്മൾ വിസ അപ്ലൈ ചെയ്യാൻ നേരം. അടുത്ത ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് വേണമെങ്കിൽ അതനുസരിച്ചുള്ള ടിക്കറ്റ്സ് എടുക്കുക. അതല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണമെങ്കിൽ, അതായത് നല്ലപോലെ ട്രാവൽ ചെയ്യാനായിട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാതെ ആയിട്ടുള്ള ടിക്കറ്റുകൾ കിട്ടും. അപ്പോൾ നമ്മളെടുത്തത് വിസ് എയറിൻ്റെ ആയിരുന്നു. അത് ഭയങ്കര ചീപ്പായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർലൈൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടെ പോഷായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടർക്കിഷ് എയർലൈൻസും അതുപോലെ തന്നെ വേറെ സർവീസുകൾ ഏതെങ്കിലും എടുക്കാം. വിസ് എയറാണ് പൊതുവെ ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവലിങ്ങിന് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ടൈമിനെ ബേസ് ചെയ്ത ടിക്കറ്റ്സിൻ്റെ റേറ്റ് വേരി ചെയ്യും. എന്നാലും കമ്പാരിറ്റീവ്ലി അത്ര എക്സ്പെൻസീവ് അല്ല അങ്ങോട്ടുള്ള ടർക്കിയിലേക്കുള്ള ടിക്കറ്റുകൾ. പിന്നെ അവരവിടെ യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ യൂസ് ചെയ്യുന്ന മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടർക്കിഷ് ലിറയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അത് നമ്മുടെ എന്താ കൊണ്ടുപോകുന്ന കറൻസി എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് ടർക്കിഷ് ലിറയായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് കൂടുതൽ പൈസ ആയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ കറൻസി, നമ്മൾ കൊണ്ടുപോയ എമൗണ്ട് അത്ര റെഡി ആയില്ലായിരുന്നു, അത്രയും ഇനഫ് ആയില്ലായിരുന്നു നമുക്കപ്പോൾ. പല ലോക്കലായിട്ടുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് ക്യാഷ് ഇൻ ഹാൻഡ് തന്നെ വേണ്ടി വരും പല സ്ഥലങ്ങളിലും. പിന്നെ നമ്മൾ നമ്മുടെ കൊണ്ടുപോകുന്ന രാജ്യത്തു നിന്നുള്ള കാർഡ്സ് എടുക്കുക, അവിടെ നിന്ന് മണി വിഡ്രോ ചെയ്യാതിരുന്നാൽ മതി. നമ്മളൊരു അബദ്ധം കാണിച്ചായിരുന്നു, അവിടെ നിന്ന് മണി വിഡ്രോ ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് നമുക്ക് വ്യത്യാസം വന്നായിരുന്നു റേറ്റ്സിൽ, നമുക്ക് ഒരുപാട് നഷ്ടം വന്നു അങ്ങനെ. അപ്പോൾ മണി എക്സ്ചേഞ്ച് അവിടെ ചെന്നിട്ട് ATM-ൽ നിന്നൊന്നും അവരുടെ ലിറ വലിക്കാതെ നമ്മൾ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈവൻ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന കാർഡും അവിടെ ചെന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിലൊരു ചെറിയൊരു റേറ്റിൽ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ കറൻസി അവിടെ കൊണ്ടുപോയി എയർപോർട്ടിലോ അല്ലെങ്കിൽ അതുപോലെ അതോറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോ പോയി എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അടുത്ത ഫുഡിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം ഒത്തിരി അങ്ങ് ഓൾട്ടറേഷൻ ഇല്ല. ഇപ്പോൾ ഇവിടെ UK പുറത്തിറങ്ങി ഫുഡ് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ല ഫുഡാണ്. പിന്നെ കുറേയൊക്കെ ബ്രെഡ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലെ നാനോ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ്, നാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ കബാബുകൾ, ബേസിക്കലി അങ്ങനെ മീറ്റ് പ്ലസ് നാൻ, പിന്നെ വെജിറ്റബിൾസ്, സാലഡുകൾ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബേസ് ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. ഫുഡ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഫുഡുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മളിപ്പം എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആകും. അപ്പോൾ ചീപ്പായിട്ട് എല്ലായ്പ്പോഴും നമ്മൾ എല്ലായിടത്തും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയൊന്നുമല്ല റെസ്റ്റോറൻറ്റുകളിൽ കയറി കഴിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചീപ്പായിട്ടുള്ള ഓപ്ഷൻ വേണമെങ്കിൽ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ, A1, O1 എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അത് അവിടുത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളാണ്. നമ്മുടെ ഇവിടുത്തെ ലിഡില, ആൾഡിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവിടുത്തെ A1, O1. എന്തായാലും ഭയങ്കര ചീപ്പായിട്ടുള്ള രീതിക്ക് നമുക്കവിടെ ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇങ്ങനെ A1, O1 എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന കറൻസി വെച്ചൊക്കെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടുന്ന് UK പോയത് കൊണ്ട് UK ഒരു റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചീപ്പായിരുന്നു ഇങ്ങനെയുള്ള
പുറത്തുനിന്നുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ. ഈവൻ ഫുഡാണെങ്കിലും UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ചീപ്പർ തന്നെയായിരുന്നു. പക്ഷെ നമ്മളത് നോക്കി, നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് കാണുമ്പോൾ അവർ പരമാവധി നമ്മളെ പറ്റിക്കാനായിട്ടൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എവിടെ ചെന്നാലും നമ്മൾ ഓൾവേസ് ബാർഗെയിൻ വിലപേശി മാത്രം ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരുപാട് ഇതൊരു ഗേൾസ് ട്രിപ്പ് പോലെയാണ് പോയത്. അപ്പോൾ നമ്മൾ വലിയൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയായിരുന്നു പോയത്. പ്രീ ബുക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അത്യാവശ്യം എന്തെങ്കിലും അഡ്വഞ്ചറസോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോട്ടിലേക്ക് പോകാനുള്ള ഏതെങ്കിലും ഏജൻസി ത്രൂ ഒക്കെ ബുക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ Airbnb ത്രൂവോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. Airbnb-യിലാണെങ്കിൽ കുറേയൊക്കെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പ്രീ ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ഓഫ് ചെയ്യാനും എല്ലാ ആൾക്കാരുണ്ടാവും. നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ വന്ന് ലൂട്ട് ചെയ്യില്ല, സ്കാംസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അത്യാവശ്യം നടക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ആൾക്കാരോട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാനും സംസാരിച്ച് നിൽക്കാനും ഒക്കെ പറ്റണം. അപ്പോൾ നമ്മൾ UK സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്ത്യൻ സ്വഭാവം നമ്മളൊരു നിമിഷത്തേക്ക് മറന്നുപോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. കാരണം നമ്മൾ UK ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ഒത്തിരി ഒന്നും നമ്മൾ ബാർഗെയിൻ ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല. അവരൊരു റേറ്റ് പറയും, നമ്മളത് കൊടുക്കും, പൊതുവേ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർ പറയുന്നതിൻ്റെ പകുതി റേറ്റിൽ നിന്ന് വേണം ഒരു പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്ത് തുടങ്ങാമെന്ന് ഞാൻ പറയും. വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു പോയ സമയത്തെന്ന് പറഞ്ഞാൽ സമ്മറിൻ്റെ ഒരു എക്സ്ട്രീം ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ UK പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ UK ഒരു 9-10 ഡിഗ്രി എന്നാണ് നമ്മൾ ഒറ്റയടിക്ക് 30-33 ഡിഗ്രിയിലേക്കാണ് അവിടെ ചെന്നിറങ്ങിയത്. നാട്ടിൽ പോകുന്ന പോലെ ചൂടായിരുന്നു. അപ്പോൾ അത്രയും ചൂട് നമുക്ക് പെട്ടെന്നുള്ളൊരു ചേഞ്ച് വന്നപ്പോൾ ടോളറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വെതർ നന്നായിട്ട് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് സമ്മറിൽ വേണമെങ്കിൽ സമ്മറിൽ പോവുക. ഒത്തിരി അങ്ങ് ചൂടാണ്, ജൂൺ ജൂലൈ ഒന്നും പോകാനായിട്ട് ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ വിൻ്ററിൽ അത്യാവശ്യം തണുപ്പും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അപ്പം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ടൈമിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഒരു ഏപ്രിൽ തൊട്ട് മെയ് വരെ ഒന്നും കുഴപ്പമില്ലെന്നത്, മാർച്ച് തൊട്ട് മെയ് വരെ ഒന്നും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഓഗസ്റ്റിന് മേളിലേക്ക്, ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു ടൈമിലൊക്കെ നല്ലതാണെന്നാണ് തോന്നുന്നത്. അതപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ മതി ഏതാണ് ടർക്കി വിസിറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല സമയം, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന മാസത്തിൽ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, വെതർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്കത് ഫേവറബിൾ ആണെങ്കിൽ മാത്രം പോകാൻ നമുക്ക് പറ്റിയ അബദ്ധങ്ങളും കൂടെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ക്ലോത്തിങ് സ്റ്റൈൽ. ഈ ഒരു വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അവരുടെ ഒരു മോസ്കിലാണ് ഇപ്പോൾ പോയിക്കുന്നത്. അതിനകത്തേക്ക് കയറുന്ന സ്ത്രീകളുടെ മിക്കവരുടെയും തലയിൽ ക്ലോത്ത്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പള്ളിയുടെ അകത്ത്, അവരുടെ മോസ്കുകളുടെ അകത്ത് നമ്മൾ കയറുമ്പോൾ എല്ലാവരുടെയും ഹെഡ് കവേർഡ് ആയിരിക്കണം. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു മുസ്ലിം കൺട്രിയാണ്. ഇസ്താംബൂളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പാലത്തിൻ്റെ അപ്പുറത്തേക്ക് യൂറോപ്യൻ സൈഡും ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഏഷ്യൻ സൈഡും അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പം ബേസിക്കലി ഒരു മുസ്ലിം കൺട്രിയാണ്. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും മോഡസ്റ്റ് ക്ലോത്ത്സ് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. നമ്മളൊക്കെ കുറച്ച് ഷോർട്സ് ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. പിന്നെ നമ്മൾ പോയ വെതറിനും അത്യാവശ്യം കവർ ചെയ്യുന്ന ഡ്രസ്സ് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു കൺട്രിയിലും പോകുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം അവർ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റെയർ ചെയ്യും, നന്നായിട്ട് നോക്കും നമ്മളെ അവർ. അപ്പോൾ ഷോർട്സ് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ നോക്കില്ല, അതുപോലത്തെ ഒരു നോട്ടം ഈ നാട്ടിലും ഉണ്ട്. ഇവിടെ ഇസ്താംബൂളിലേക്കൊക്കെ വന്നപ്പോൾ നന്നായിട്ടുള്ള സിറ്റീസിലേക്ക് വന്നു കഴിയുമ്പം കുറച്ചും കൂടെ മോഡേണൈസ്ഡ് ആണ്. കാരണം അവിടെ കുറേ കൂടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ടൂറിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടെ ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു ഉൾപ്രദേശത്തേക്ക് പോയായിരുന്നു. അന്റാലിയ, ഡെനിസിലി അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോയിരുന്നത്. കുറച്ചും കൂടെ ഒരു ഉൾപ്രദേശം അല്ലെങ്കിൽ ഗ്രാമം അങ്ങനെയൊക്കെ പറയാം. അപ്പം ആദ്യം നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നോക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അപ്പം നമ്മൾ കൾച്ചറിനെ എംബ്രേസ് ചെയ്യുന്ന രീതിക്കുള്ള ക്ലോത്തിങ്സ് ആയിരിക്കും എന്തുകൊണ്ട് നല്ലതെന്ന് എനിക്ക് തോന്നി. അവരുടെ കൾച്ചറുമായിട്ട് നമ്മൾ അവരുടെ കൺട്രിയിൽ ചെന്നവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് യോജിച്ചു പോകുന്ന ക്ലോത്തിങ്സ് ആണ് അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പം നമുക്കും കംഫർട്ടബിൾ ആയിരിക്കും, അവർ കാണുന്നവർക്കും അത് കംഫർട്ടബിൾ ആയിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ഫ്രം UK, അതായത് നമ്മുടെ ഇവിടെ നിന്ന് UK ടർക്കി വരെ എത്താനായിട്ട് എത്രത്തോളം അവേഴ്സ് വേണ്ടി വരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 4.5 അവേഴ്സൊക്കെ ആയിട്ടുള്ളായിരുന്നു UK ടർക്കി വരെ എത്താനായിട്ട്. 4.5 മണിക്കൂറിൻ്റെ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ അത് വലിയൊരു ഡിസ്റ്റൻസ് ഒന്നല്ല 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്ര ഉള്ളായിരുന്നു നമ്മുടെ ട്രാവലിംഗ്
വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീണ്ടും പറയുന്നു, ബാർഗെയിൻ ഓൾവേസ്. അപ്പോൾ ബൈ.